ദൈവനാമത്തിന് ഇന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്നുമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 6-ാമത്തെ മുദ്രയുടെ കീഴിൽ ഉള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം എന്നീ 3 കാലങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നാം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോസ്തലനായ യോഹന്നാന് വെളിപ്പാട് ലഭിക്കുന്നതിന് മുന്നമേ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, വെളിപ്പാട് ലഭിച്ച സന്ദർഭത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, വെളിപ്പാട് ലഭിച്ചതിന് ശേഷം സംഭവിക്കുവാനുള്ള കാര്യങ്ങളും അടങ്ങിയ പുസ്തകമാണ് വെളിപ്പാട്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതിൻ്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെയാണ്. ഇസ്രായേൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് യഹൂദ മതത്തെയാണ്. കടൽ സൂചിപ്പിക്കുന്നത് യഹൂദ മതത്തിന് കീഴിലുള്ള സമാധാനമില്ലാത്ത ജനത്തെയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ നിന്നും ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. വൃക്ഷമെന്നത് യഹൂദ മതത്തിലെ പ്രമാണികളെയാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 31-ൽ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്: പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് ഭവിക്കുമെന്ന് പറഞ്ഞു. ഇത് കർത്താവ് പറഞ്ഞ വാക്യങ്ങളാണ്. പച്ചമരം കർത്താവ് തന്നെയാണ്, ഉണങ്ങിയത് യഹൂദ പ്രമാണികളുമാണ്. ഭൂമിക്കും കടലിനും വൃക്ഷത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാർ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നതായിട്ടാണ് യോഹന്നാൻ കണ്ടത്. 4 കാറ്റ് 4 മഹാമൃഗങ്ങളാണ്. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ബാബേൽ രാജാവായ ബെൽശസ്സറിൻ്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നമെഴുതി കാര്യത്തിൻ്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എൻ്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിൻ്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു. യഹൂദയെ പൂർണ്ണമായി നശിപ്പിക്കുവാനായിട്ട് ദൈവം അയച്ച 4 കാറ്റ് 4 മഹാമൃഗങ്ങളാണ്. ഈ 4 മൃഗങ്ങൾ എന്നത് 4 രാജ്യങ്ങളാണ്: ബാബേൽ, മേദ്യപാർസ്യ, ഗ്രീക്ക്, റോമ സാമ്രാജ്യം. യഹൂദയെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് യഹൂദ ബാബേൽ പ്രവാസത്തിലായിരുന്ന കാലത്ത് തന്നെ എഹെസ്കേൽ പ്രവാചകൻ ലഭിച്ചിരുന്നതായി കാണുവാൻ കഴിയുന്നതാണ്. എഹെസ്കേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ആ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതുമാണ്. യെഹെസ്കേലിന് ലഭിച്ച അരുളപ്പാട് പ്രകാരം യഹൂദയെ പൂർണ്ണമായി നശിപ്പിച്ചത് റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന കാലത്താണ്, അതായത് AD 70-ലാണ്. യെഹെസ്കേൽ പ്രവാചകനുണ്ടായ അരുളപ്പാടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് യോഹന്നാന് ദർശനത്തിലൂടെ ലഭിച്ചത്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 3-ൽ ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവം ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിട്ടുള്ള ജനത്തെ ഉദ്ദേശിച്ചാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരെ ക്രിസ്തുവിൽ മുൻ നിയമിച്ചതായിട്ട് എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നതാണ്.
മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേസ്കരിച്ചും ഇരിക്കുന്നുവെന്നാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 30-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് സുവിശേഷത്താൽ വിളിച്ച് വേർതിരിച്ച് മുദ്രയിടുന്നത്. ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടുന്നതിനെ സംബന്ധിച്ചുള്ള ദർശനം എസ്കേൽ പ്രവാചകന് ലഭിച്ചിരുന്നതായിട്ട് എസ്കേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നതുമാണ്. യഹൂദന്മാരുടെ സമൂഹത്തിലുണ്ടായിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവരെ, അതായത് ശേഷിപ്പിനെ സുവിശേഷത്താൽ വിളിച്ചു വേർതിരിക്കുവാനായിട്ട് ഏകദേശം 37-40 വർഷം കർത്താവ് തൻ്റെ ദാസന്മാർക്ക് നൽകിയതായിട്ട് ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടുവാൻ തുടങ്ങിയത് പെന്തക്കോസ്ത് നാളിലാണ്. AD 70 യഹൂദയിൽ നടന്ന ന്യായവിധിക്ക് മുമ്പായിട്ട് യഹൂദന്മാരുടെ സമൂഹത്തിലുണ്ടായിരുന്ന എലക്റ്റിനെ സുവിശേഷത്താൽ വിളിച്ച് വേർതിരിച്ച് മുദ്രയിടുകയും ചെയ്തു. അടുത്തതായി വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം വായിക്കാം. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ 12 ഗോത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേർ. അങ്ങനെ 12 ഗോത്രങ്ങളിൽ നിന്നും 144,000 പേർ. ഈ 12 ഗോത്രങ്ങൾ അടങ്ങിയ ലിസ്റ്റിൽ ദാൻ ഗോത്രത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. കനാൻ ദേശം അവകാശമായി ഭാഗിച്ചു നൽകിയ സന്ദർഭത്തിൽ 12 ഗോത്രങ്ങളുടെ കൂട്ടത്തിൽ ദാൻ ഗോത്രവും ഉണ്ടായിരുന്നു. അന്ന് ലേവി ഗോത്രത്തെ 12 ഗോത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മറ്റ് ഗോത്രങ്ങൾക്ക് നൽകിയതുപോലെയുള്ള അവകാശം കനാൻ ദേശത്ത് ലേവി ഗോത്രത്തിന് നൽകിയതുമില്ല. എന്നാൽ ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് മുദ്രയിട്ടവരുടെ കൂട്ടത്തിൽ ലേവി ഗോത്രത്തെ ഉൾപ്പെടുത്തുകയും മറ്റ് 11 ഗോത്രങ്ങൾക്ക് നൽകിയതുപോലെ തുല്യമായ അവകാശം അവർക്കും നൽകുകയും ചെയ്തു. ലേവി ഗോത്രം ഉൾപ്പെടെയുള്ള 12 ഗോത്രങ്ങൾക്ക് തുല്യമായ അവകാശം ലഭിച്ചു. എന്നാൽ ദാൻ ഗോത്രത്തിന് മറ്റ് ഗോത്രങ്ങളെപ്പോലെ തുല്യമായ അവകാശം ലഭിച്ചില്ല. അതുകൊണ്ടാണ് തുല്യമായ അവകാശം ലഭിച്ച ഗോത്രങ്ങളുടെ ലിസ്റ്റിൽ ദാൻ ഗോത്രത്തെക്കുറിച്ച് പറയാതിരുന്നത്. ദാൻ ഗോത്രത്തിന് മറ്റ് ഗോത്രങ്ങളെപ്പോലെ തുല്യമായ അവകാശം ലഭിക്കാതെ പോയതിന് കാരണമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത് ദാൻ ഗോത്രത്തിൻ്റെ വിഗ്രഹാരാധനയായിരുന്നു. ദാൻ ഗോത്രം ഒന്നടങ്കം വിഗ്രഹാരാധനയിലേക്ക് പോയതായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ദാൻ ഗോത്രക്കാർ മുഴുവനും വിഗ്രഹാരാധനയിലേക്ക് പോയതുകൊണ്ട് യോരോബയ്യാം രാജാവിന് ദാനിലൊരു കാളക്കുട്ടിയെ സ്ഥാപിക്കുന്നതിന് വളരെ എളുപ്പമായിരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ആ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ദാൻ ഗോത്രക്കാർ വിഗ്രഹാരാധനയിലേക്ക് പോയതുകൊണ്ട് ആ ഗോത്രത്തിൽ നിന്ന് ആരും ദൈവരാജ്യത്തിലേക്ക് മുദ്രയിടപ്പെട്ടിട്ടില്ല എന്നല്ല, മറ്റ് ഗോത്രങ്ങൾക്ക് നൽകിയതുപോലെ തുല്യമായ പരിഗണന ദാൻ ഗോത്രത്തിന് നൽകിയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോസ്തലനായ യോഹന്നാൻ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ സഭകൾക്ക് എഴുതുവാനാണ് കർത്താവ് തന്നോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്കേവർക്കും പകരം ചെയ്യും.
കർത്താവ് ഹൃദയങ്ങളെ ആരായുന്നവനും ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നവനുമാണെന്ന് അന്നുണ്ടായിരുന്ന സഭകൾ അറിയണം. അതുകൊണ്ടാണ് യോഹന്നാനോട് പ്രത്യേകമായിട്ട് എഴുതുവാൻ പറഞ്ഞത്. കൂടാതെ ഈ വേദഭാഗങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന തലമുറകളിലെ ജനങ്ങളും ഇതറിഞ്ഞ് മാനസാന്തരപ്പെടണമെന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. 12 ഗോത്രങ്ങളിൽ നിന്നും 12,000 വീതം 144,000 പേർ എന്ന് പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിലുള്ള ഒരു സംഖ്യയല്ല, ആലങ്കാരികമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങൾ തുടർന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കാം. ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. വെള്ളനിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്ന ഈ മഹാപുരുഷാരം ഏത് സമൂഹത്തിൽ നിന്നുള്ളവരാണെന്ന് നാം ആദ്യം തന്നെ പരിശോധിക്കണം. അതിനായിട്ട് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കാം. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളനിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുന്നുവല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. മഹാകഷ്ടം ഏത് ജാതിയോടുള്ള ബന്ധത്തിലാണെന്ന് തിരുവെഴുത്തുകളിൽ കാണുന്നുണ്ട്. നമുക്ക് ആ വേദഭാഗം കൂടി വായിക്കാം. ഇരമിയാവിൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം. അത് യാക്കോബിൻ്റെ കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. മഹാകഷ്ടം യാക്കോബിൻ്റെ സന്തതികളായ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലാണ് തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത്. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 ഈ സുവിശേഷങ്ങളിൽ ഈ കഷ്ടത്തെക്കുറിച്ച് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് മത്തായി 24-ൻ്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ കൂടി വായിക്കാം. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവീൻ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. അതിൻ്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ. നാട്ടുപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ദേശത്ത് വലിയ ഞരക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും. അവർ വാളിൻ്റെ വാഴ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ചെയ്യും. ജാതികളുടെ കാലം തികയോളം ജാതികൾ യെരുശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. മഹാകഷ്ടം യഹൂദയിലുണ്ടായിരുന്ന ജനത്തോട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രത്യേക കാര്യം, ശബത്തിന് പ്രാധാന്യമുണ്ടായിരുന്ന സമയത്ത് സംഭവിക്കുവാനുള്ളതായിരുന്നു. ന്യായപ്രമാണം നീങ്ങിപ്പോയി
പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ശബത്തിന് പ്രാധാന്യമില്ലാതെയായിത്തീർന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ന്യായപ്രമാണത്തെ നിവർത്തിപ്പാനാണ്. ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിലൂടെ ന്യായപ്രമാണത്തിന് നിവൃത്തി വന്നു. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ഈ കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്താൽ ശാബത്ത് നീങ്ങിപ്പോയി. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 21 ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ഈ വേദഭാഗത്ത് ലോകാരംഭം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭമല്ല, ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന യഹൂദന്മാരുടെ ലോകത്തിൻ്റെ, അതായത് ജൂയിഷ് വേൾഡിൻ്റെ ആരംഭം മുതൽ എന്നാണ് മത്തായി 24-ന്റെ-21 പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് മുതൽ യെരുശലേമിലുണ്ടായിരുന്ന യഹൂദന്മാരുടെ ആലയത്തിൻ്റെ നാശം വരെയുള്ള കാലഘട്ടത്തിനാണ് ലോകാവസാനമെന്നും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ലോകാവസാനം എന്ന വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ യൂട്യൂബിൽ എബനേസർ ബൈബിൾ സ്റ്റഡീസ് എന്ന ഗ്രൂപ്പിൽ സെർച്ച് ചെയ്താൽ ലോകാവസാനം എന്ന വിഷയത്തെക്കുറിച്ച് എടുത്ത ക്ലാസിൻ്റെ ഓഡിയോ മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരെന്ന് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14 പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരുടെ സമൂഹത്തിൽ നിന്നും വന്നവരെ ഉദ്ദേശിച്ചാണ്. വെളിപ്പാട് 7-9 സകല ജാതികളിലും എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ്. അത് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം വായിച്ചാൽ മതി. അവിടെയും സകല ജാതികളിൽ നിന്നും എന്ന് പറഞ്ഞിട്ടുണ്ട്. പെന്തക്കോസ്ത് നാടിലുണ്ടായിരുന്ന സകല ജനങ്ങളും യഹൂദ പശ്ചാത്തലത്തിൽ ഉള്ളവരായിരുന്നു. അവരെ ഉദ്ദേശിച്ചാണ് സകല ജാതികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. എണ്ണിക്കൂടാത്ത മഹാപുരുഷാരമെന്ന് വെളിപ്പാട് 7-9 പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരുടെ സമൂഹത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളവരോടുള്ള ബന്ധത്തിലാണ് അപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് 144,000 എന്നത് അക്ഷരാർത്ഥത്തിലുള്ള ഒരു സംഖ്യ അല്ല എന്ന് പറയുവാൻ കാരണം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിൻ്റെ മുമ്പിൽ കമിഴ്ന്നു വീണ് അമേ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. വെള്ള നിലയെങ്കി ധരിച്ച ഈ വിശുദ്ധന്മാർ രക്ഷയുടെ മഹത്വം രുചിച്ചറിഞ്ഞവരാണ്. കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർക്ക് രക്ഷയുടെ യഥാർത്ഥമായ മഹത്വം അനുഭവമായി തീരുകയുള്ളൂ. ഇത്ര വലിയ രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് ആർത്തുകൊണ്ടിരിക്കുവാൻ കാരണവും അതാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം അവർക്ക് ലഭിച്ച രക്ഷയുടെ മഹത്വം അറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടുകൊണ്ട് സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെ മുമ്പിൽ കവിണ്ണു വീണ് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ഈ ദൂതന്മാരെ ദൈവമേൽപ്പിച്ച പ്രവൃത്തി അവർ തികച്ചു. അതാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടുകൊണ്ട് ഈ ദൂതന്മാർ സിംഹാസനത്തിന് മുമ്പിൽ വീണ് ദൈവത്തിന് മഹത്വം കൊടുത്ത് ആരാധിക്കുവാൻ കാരണമായത്. ഈ ദൂതന്മാരെ ദൈവമേൽപ്പിച്ച പ്രവൃത്തി എന്തായിരുന്നുവെന്നുള്ളത് എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14 കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കാം. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുന്നുവല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ,
കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. പെന്തക്കോസ് നാൾ മുതൽ യെരുശലേമിൻ്റെ നാശം വരെയുള്ള കാലഘട്ടത്തിനിടയിൽ വിശ്വാസത്തിലേക്ക് വന്ന യഹൂദന്മാർ വളരെയധികം കഷ്ടം അവരുടെ സമൂഹത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അവരെക്കുറിച്ചാണ് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് 7-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. കർത്താവായ ദൈവത്തിൻ്റെ സിംഹാസനം സ്വർഗത്തിലാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൻ്റെ 49, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-1 ഈ വചനങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ആ സിംഹാസനം മനുഷ്യരിലേക്ക് കൊണ്ടുവരികയല്ല കർത്താവ് ചെയ്തത്. വീണ്ടെടുക്കപ്പെട്ടവരെ സിംഹാസനത്തിന് മുമ്പിലിരുത്തുവാനായിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് കർത്താവ് തൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന സ്പിരിച്വൽ പൊസിഷനെക്കുറിച്ചാണ്. വീണ്ടെടുക്കപ്പെട്ടവർ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് രാപ്പകൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലായിരിക്കുന്ന ഓരോ പ്രാദേശിക സഭകളുടെയും ഉത്തരവാദിത്വം ദൈവത്തെ ആരാധിക്കുക എന്നതാണ്. സിംഹാസനത്തിലിരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ്റെ സഭയോട് കൂടെ വസിക്കും എന്നത് വാഗ്ദത്തമാണ്. കർത്താവ് കൂടെ വസിക്കുമെന്നതിന് ചില തെളിവുകൾ ചൂണ്ടിക്കാണിക്കാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 8-9, പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗങ്ങളിൽ സമാഗമന കൂടാരത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം നൽകിയ മാതൃക പ്രകാരം മോശെ അത് പണിതു. സമാഗമന കൂടാരത്തിൻ്റെ പണി കഴിഞ്ഞതോടുകൂടി ദൈവ തേജസ്സിനാൽ അത് നിറഞ്ഞുവെന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം ദാവീദിന് നൽകിയ മാതൃക പ്രകാരമാണ് ശലോമോൻ യെരുശലേം ദേവാലയത്തിൻ്റെ പണികൾ പൂർത്തിയാക്കുകയും അതിലെ ശുശ്രൂഷകൾ ആരംഭിക്കുകയും ചെയ്തത്. 2 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നുണ്ട്: ദൈവത്തിൻ്റെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞതായിട്ട്. സമാഗമന കൂടാരവും ശലോമോൻ പണികഴിപ്പിച്ച യെരുശലേമിലെ ആലയവും ദൈവത്തിൻ്റെ സഭയ്ക്ക് നിഴലായിരുന്നു. കർത്താവിൻ്റെ ഹിതപ്രകാരം പോകുന്ന ഓരോ സ്ഥലം സഭകളിലും ദൈവ തേജസ്സിൻ്റെ നിറവ് അനുഭവമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിൻ്റെ മധ്യേ ഉള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുടച്ചു കളയുകയും ചെയ്യും. യഹൂദമതത്തിൻ്റെ ന്യായവിധിയെ സംബന്ധിച്ചാണ് മത്തായി 24 പറഞ്ഞിരിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ടവർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് മത്തായി 25 പറഞ്ഞിട്ടുണ്ട്. വീണ്ടെടുക്കപ്പെട്ടവർ യഹൂദമതത്തിൻ്റെ ന്യായവിധിയെ തുടർന്ന് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
ഉണ്ടാകുന്ന ആത്മീയമായ അനുഭവത്തെക്കുറിച്ചാണ് ഈ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. യഹൂദമതത്തിൻ്റെ ന്യായവിധിയെ തുടർന്ന് വീണ്ടെടുക്കപ്പെട്ടവർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവം എന്താണെന്നുള്ളതാണ് സെഫന്യാവും പറഞ്ഞിരിക്കുന്നത്. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കൂടി വായിക്കാം. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കുക, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ നിന്റെ മധ്യയിരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യയിരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. ഈ വേദഭാഗങ്ങളിൽ യെരൂശലേമെന്നും സിയോനെന്നും പറഞ്ഞിരിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ടവരിലോടുള്ള ബന്ധത്തിലാണ്. യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ സിയോനിലേക്ക് മടങ്ങി വരുമെന്ന് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 35:10 കാണുന്നുണ്ട്. വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടം ദൈവത്തിൻ്റെ സഭയാണ്. സെഫന്യാവ് 3:15 നിന്റെ ശത്രു എന്ന് പറഞ്ഞിരിക്കുന്നത് അവിശ്വാസികളായ യഹൂദ പ്രമാണികളെയാണ്. അവർ യഹൂദമതത്തിൽ നിന്ന് വേർപെട്ടു വന്നവർക്ക് ശത്രുക്കളായിരുന്നു. വീണ്ടെടുക്കപ്പെട്ടവരുടെ അനുഭവം എന്തായിരിക്കുമെന്നാണ് യെശയ്യാവിൻ്റെ പുസ്തകം 35:10 റോമർക്കെഴുതിയ ലേഖനം 14:17 എഴുതിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ വെളിപ്പാട് 8-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് പഠിക്കാം.